നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോർപ്പറേഷൻ്റെ ഒരു ബേസ് ലെവൽ ക്ലാസ്സുമായിട്ടാണ് ഇന്ന് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. ടോപ്പിക് ഇതാണ്: കോ ഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലേക്ക് സഹകരണ പ്രസ്ഥാനങ്ങളുടെ കടന്നുവരവിൻ്റെ ചരിത്രം, ഹിസ്റ്ററി അല്ലെങ്കിൽ ഇവല്യൂഷൻ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കോ ഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. നമുക്കറിയാം, സഹകരണത്തിൻ്റെ ഉത്ഭവം യൂറോപ്പിലാണ്. യൂറോപ്പിൽ തന്നെ ഇംഗ്ലണ്ടിലാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ ആദ്യമായി ജനനം കൊള്ളുന്നത്. അവിടെ സഹകരണം ഒരു പീപ്പിൾസ് മൂവ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. എന്നാൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതിൽ നിന്ന് വിഭിന്നമായി സഹകരണത്തെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടത് ഒരു സ്റ്റേറ്റ് പോളിസി ആയിട്ടാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ് പോളിസി ആയിട്ടാണ്. അപ്പോൾ കോ ഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ നമ്മൾ പഠിക്കുമ്പോൾ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ വാസ് സ്റ്റാർട്ടഡ് ആസ് എ സ്റ്റേറ്റ് പോളിസി ഓർ ഗവൺമെൻറ് പോളിസി. ഗവൺമെൻറ്റിൻ്റെ ഒരു നയത്തിൻ്റെ ഭാഗമായിട്ടാണ് സഹകരണം ജനങ്ങളുടെ മുമ്പിലേക്ക് ഇന്ത്യയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് തരത്തിലുള്ള ഒരു താരതമ്യം അവിടെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായിട്ട് ഹിസ്റ്ററി ഓഫ് കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ, അതേപോലെ തന്നെ ഹിസ്റ്ററി ഓഫ് കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ. വിദേശ രാജ്യങ്ങളും ഇന്ത്യയും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ സഹകരണം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതിൽ ഒരേ ഒരു സാമ്യം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. അതായത് മനുഷ്യൻ്റെ അവസ്ഥ എല്ലായിടവും ഒരേപോലെയാണ്. യൂറോപ്യൻ കൺട്രികളിൽ ജനങ്ങൾ അവരുടെ ദരിദ്രാവസ്ഥ, അതായത് അവരുടെ പട്ടിണി, ദാരിദ്ര്യം, ഇതിൽ നിന്നൊക്കെ മറികടക്കുന്നതിന് വേണ്ടി സ്വമേധയാ ഇറങ്ങിത്തിരിച്ച് സഹകരണ പ്രസ്ഥാനങ്ങൾ രൂപം കൊടുത്തുവെങ്കിൽ, ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇതേപോലെ തന്നെ ജനങ്ങളുടെ ഈ ദുരിതാവസ്ഥ മറികടക്കുന്നതിന് വേണ്ടി ജനങ്ങളല്ല ഇറങ്ങിത്തിരിച്ചത്, മറിച്ച് ഗവൺമെൻറ് ഒരു നയരൂപീകരണത്തിലൂടെ സഹകരണത്തെ ജനങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേൾഡിൽ സഹകരണം ജനങ്ങൾ തിരഞ്ഞെടുത്തുവെങ്കിൽ ഇന്ത്യയിൽ സഹകരണം ഗവൺമെൻറ് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അതേപോലെ തന്നെ വേൾഡിൽ സഹകരണത്തെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നുവെങ്കിൽ ഇന്ത്യയിൽ ഗ്രാമീണ മേഖലയിലെ ദരിദ്രരായിട്ടുള്ള അഗ്രികൾച്ചറലിസ്റ്റിൻ്റെ മണി ലെൻഡേഴ്സിൽ നിന്നുള്ള ചൂഷണത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് സഹകരണത്തെ ഇന്ത്യയിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് നമ്മൾ പഠിക്കുമ്പോൾ ഹിസ്റ്ററി ഓഫ് കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ ചോദിച്ചാലും ഹിസ്റ്ററി ഓഫ് കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഒന്ന് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ സഹകരണം ജനങ്ങളാൽ രൂപീകരിച്ച് പിന്നീട് പിൽക്കാലത്ത് ഗവൺമെൻറ് ഈ സഹകരണത്തെ നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള റൂൾസുകൾ അല്ലെങ്കിൽ നിയമങ്ങൾ ഇതൊക്കെ ഫ്രെയിം ചെയ്തു എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ വന്നത് ലെജിസ്ലേഷനാണ്. സഹകരണവുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണവും ആണ് ആദ്യമായി ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. പിന്നീടാണ് സഹകരണ പ്രസ്ഥാനങ്ങളുടെ ജൈത്രയാത്ര ഇന്ത്യയിൽ ആരംഭിക്കപ്പെടുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇന്ത്യയിലെ മൂവ്മെൻറ്റ് നമ്മൾ പഠിക്കുമ്പോൾ ഹിസ്റ്ററി ഓഫ് കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇന്ത്യ എന്ന് ചോദിച്ചാലും ഹിസ്റ്ററി ഓഫ് കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ഒരുമിച്ച് പഠിക്കാം എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തതായി പറയുന്നു, കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ് ഈസ് എ പീപ്പിൾസ് മൂവ്മെൻറ്റ്. വേൾഡിലാണെങ്കിൽ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പീപ്പിൾസ് മൂവ്മെൻ്റ് ആണ്. എന്നാൽ ഇന്ത്യയിൽ ഇത് സ്റ്റേറ്റ് പോളിസി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വേൾഡിൽ വന്നിട്ടുള്ളത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ്. ശരിയല്ലേ പറഞ്ഞത്? ഇത് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? CR ഫേ. അപ്പോൾ CR ഫേ എന്താണ് പറഞ്ഞിട്ടുള്ളത്? കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വേൾഡിൽ വന്നിട്ടുള്ളത് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ദ എക്കണോമിക് ആൻഡ് സോഷ്യൽ കണ്ടീഷൻസ് ക്രിയേറ്റഡ് ബൈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഓക്കെ, അപ്പോൾ കോട്ട് ഞാനൊന്ന് പറയാം. എന്താണ് കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ദ എക്കണോമിക്
എക്കണോമിക് ആൻഡ് സോഷ്യൽ കണ്ടീഷൻസ് ക്രിയേറ്റഡ് ബൈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഉൽപ്പന്നമായിട്ടാണ് വേൾഡിൽ എന്ത് വന്നിട്ടുള്ളത്? കോ ഓപ്പറേറ്റീവ് മൂവ്മെന്റ് വന്നിട്ടുള്ളത് എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? CRFA ആണ്. CRFA കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് CRFA പറഞ്ഞിട്ടുള്ള മറ്റൊരു കോട്ടുണ്ട്. എന്താണ്? ഓവൻ ഡിഡ് നോട്ട് ഇൻവെന്റ് കോപ്പറേഷൻ ബട്ട് ഹി വാസ് ദ ഇൻസ്പിറേഷൻ ബിഹൈൻഡ് ഇറ്റ്. അതായത് ഓവൻ എന്ത് കണ്ടെത്തിയിട്ടില്ല? കോപ്പറേഷൻ കണ്ടെത്തിയത് ഓവൻ അല്ല, പക്ഷേ ആ ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ പ്രേരക ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? ഓവനാണ് എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? CRFA പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണോ? പിന്നെ CRFAയുടെ ഒരു പ്രധാനപ്പെട്ട ബുക്ക് നമ്മൾ പഠിച്ചു വയ്ക്കുക, ഒരു പബ്ലിക്കേഷൻ പഠിച്ചു വയ്ക്കുക. കോപ്പറേഷൻ അറ്റ് ഹോം ആൻഡ് എബ്രോഡ്. കോപ്പറേഷൻ അറ്റ് ഹോം ആൻഡ് എബ്രോഡ്, റിട്ടൺ ബൈ CRFA. ഓക്കെ അല്ലേ? മനസ്സിലായി? അടുത്തതായി പറയുന്നു, നിതീസ് ഓർ മ്യൂച്വൽ ലോൺസ് അസോസിയേഷൻസ് സ്റ്റാർട്ടഡ് ഇൻ മദ്രാസ്, UP and Bengal in 1850 leads to the introduction of cooperative credit societies in India. അതായത് ഇന്ത്യയിൽ സഹകരണ വായ്പാ സംഘങ്ങളുടെ രൂപീകരണത്തിലേക്ക് നയിക്കപ്പെട്ട രണ്ട് പ്രസ്ഥാനങ്ങളാണ് ഏതൊക്കെ? നിതീസ് അല്ലെങ്കിൽ മ്യൂച്വൽ ലോൺസ് അസോസിയേഷൻ. ഓക്കെ ആണോ? ഇത് സ്റ്റാർട്ട് ചെയ്തത് 1850 ഓക്കെ ആണോ? അപ്പോൾ നിതീസ് ഓർ മ്യൂച്വൽ ലോൺസ് അസോസിയേഷൻ സ്റ്റാർട്ടഡ് ഇൻ 1850 വേർ? എവിടൊക്കെയാണ്? മദ്രാസ്, UP, ബംഗാൾ. മദ്രാസിലും UP യിലും ബംഗാളിലുമൊക്കെ ആരംഭിച്ച നിതീസ് അല്ലെങ്കിൽ മ്യൂച്വൽ ലോൺസ് അസോസിയേഷൻ ആണ് ഇന്ത്യയിൽ പിൽക്കാലത്ത് എന്തായി പരിണമിച്ചത്? കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആയിട്ട് പരിണമിച്ചത്. ഓക്കെ ആണോ? 1850 നിതീസിൻ്റെയും മ്യൂച്വൽ ലോൺസ് അസോസിയേഷൻ്റെയൊക്കെ ഉത്ഭവം ഇന്ത്യയിൽ ഉണ്ടായത്. ഓക്കെ ആണോ? അപ്പം നമ്മളുടെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യയുടെ പൂർവികർ അല്ലെങ്കിൽ ആൻസസ്റ്റേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാരാണ് ആരൊക്കെ? നിതീസും മ്യൂച്വൽ ലോൺസ് അസോസിയേഷനും. വർഷം 1850. മദ്രാസിലും UP യിലും ബംഗാളിലുമൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ ഉണ്ടായത്. ഇത് മറന്നുപോകല്. ഓക്കെ, പരീക്ഷയ്ക്ക് ചോദിക്കും. അടുത്തതായി പറയുന്നു, മക്ലഗൻ ആൻഡ് മിസ്റ്റർ ലയോൺ ഓർഗനൈസ്ഡ് ഇൻഡിജീനിയസ് നിതീസ് ഓർ മ്യൂച്വൽ ലോൺസ് അസോസിയേഷൻ. ഇന്ത്യയിൽ 1850 രൂപീകരിച്ച എന്താണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസിന്റെ പൂർവികരായിട്ടുള്ള നിതീസും മ്യൂച്വൽ ലോൺസ് അസോസിയേഷനും ഒക്കെ ആരംഭിച്ച രണ്ട് വ്യക്തികളാണ് ആരൊക്കെ? മാക്ലഗനും ആൻഡ് മിസ്റ്റർ ലയോണും. മാക്ലഗനും മിസ്റ്റർ ലയോണുമാണ് ഇന്ത്യയിൽ എന്ത് ആരംഭിച്ചത്? നിതീസും മ്യൂച്വൽ ലോൺസ് അസോസിയേഷനും ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. മാക്ലഗൻ നമുക്കറിയാം. മാക്ലഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയോഗിച്ച ഫസ്റ്റ് കമ്മിറ്റിയുടെ ചെയർമാനാണ് മാക്ലഗൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ മാക്ലഗനും മിസ്റ്റർ ലയോണും കൂടെ ചേർന്നിട്ടാണ് നിതീസും മ്യൂച്വൽ ലോൺസ് അസോസിയേഷനൊക്കെ 1850 ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ മദ്രാസിലും UP യിലും അതേപോലെ ബംഗാളിലുമൊക്കെ എന്താണ് സ്ഥാപിച്ചത് എന്നുള്ളത് മറന്നു പോകരുത്. ഓക്കെ, അടുത്തായി പറയുന്നു, ഇൻ 1874 പീപ്പിൾസ് ഇൻ ഡക്കാൻ റീജിയൻ സ്റ്റാർട്ടഡ് റയോട്ട് എഗൈൻസ്റ്റ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മണി ലെൻഡേഴ്സ്. അതായത് 1874 ഡക്കാൻ മേഖലയിലുള്ള എന്താണ് കർഷകർ മണി ലെൻഡേഴ്സിന്റെ ചൂഷണത്തിനെതിരെയായിട്ട് വിപ്ലവം നയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ 1874 ഡക്കാൻ റീജിയണിൽ മണി ലെൻഡേഴ്സിനെതിരായിട്ട് അഗ്രികൾച്ചറലിസ്റ്റ് എന്ത് ചെയ്യുന്നത്? റയോട്ട് ആരംഭിക്കുന്നത് അല്ലെങ്കിൽ കലാപത്തിൽ ഏർപ്പെടുന്നത്. ഓക്കെ ആണോ? ഇത് പ്രധാനമായിട്ടും ഈ മണി ലെൻഡേഴ്സിന്റെ കയ്യിൽ നിന്നാണ് അന്നത്തെ കർഷകരൊക്കെ എന്ത് ചെയ്യുന്നത്? വായ്പ സ്വീകരിക്കുന്നത്. ഇതൊരു എക്സോർബിറ്റന്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ് ഇത്തരത്തിലുള്ള മണി ലെൻഡേഴ്സ് വായ്പകൾ കർഷകർക്ക് കൊടുത്തിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് കർഷകരുടെ അവസ്ഥ നമുക്കറിയാലോ. ഇന്ത്യയിൽ മെനി ഓഫ് ദ ഫാർമേഴ്സ് ബോൺ ഇൻ ഡെപ്റ്റ്, ലിവ്ഡ് ഇൻ ഡെപ്റ്റ്, ഡൈഡ് ഇൻ ഡെപ്റ്റ് ആൻഡ് ഓൾസോ ബിക്കോസ് ഇറ്റ്സ് ഇൻ ഡെപ്റ്റ്. ഈ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് പിന്നെയും കൂടിയ വളരെ വലിയ പലിശ നിരക്കിൽ വായ്പ സ്വീകരിക്കുമ്പോൾ അവരുടെ വരുമാനത്തിൽ നിന്ന് വലിയൊരു ഭാഗം ഇങ്ങോട്ട് 90% ഭാഗവും ആർക്ക് പലിശയായിട്ട് കൊടുക്കേണ്ടി വരും? ഈ മണി ലെൻഡേഴ്സിന് പലിശയായിട്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെ കർഷകർ മണ്ണിൽ പണി ചെയ്തുണ്ടാക്കുന്ന കാർഷിക വിളകളുടെയൊക്കെ വലിയൊരു വരുമാന ഭാഗം, സിംഹഭാഗവും ആര് കൊണ്ടുപോകുന്നു? മണി ലെൻഡേഴ്സ് കർഷകരെ ചൂഷണം ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് കർഷകർ പിന്നെയും എന്ത് ചെയ്യുന്നു? കടക്കണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് തങ്ങൾക്കൊരു പുരോഗതി ഇല്ല എന്ന് കണ്ടതുകൊണ്ട് തന്നെ ഡക്കാൻ മേഖലയിലുള്ള അഗ്രികൾച്ചറലിസ്റ്റ് മണി ലെൻഡേഴ്സിനെതിരെ 1874 കലാപത്തിന് ആഹ്വാനം ചെയ്തു. അപ്പോൾ
ഡക്കാൻ റയോട്ട് 1874 സംഭവിക്കുന്നത്. അപ്പോൾ ഇൻ 1874 പീപ്പിൾസ് ഇൻ ഡക്കാൻ റീജിയൻ സ്റ്റാർട്ടഡ് റയോട്ട് അഗൈൻസ്റ്റ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മണി ലെൻഡേഴ്സ്. ഓക്കെ ആണോ? ഫോളോഡ് ബൈ ദിസ്, ഇതിനെ പിന്തുടർന്നുകൊണ്ട് 1875 അഹമ്മദാബാദ് ആൻഡ് പൂനെ, അല്ലെ, അഹമ്മദാബാദിലും പൂനെയിലും എന്തുണ്ടായി? അഗ്രേറിയൻ റയോട്ട് ഉണ്ടായി. അഗ്രേറിയൻ റയോട്ട്. ഓക്കെ ആണോ? അപ്പോൾ കാർഷിക വിപ്ലവം ഡക്കാൻ റയോട്ടിനെ പിന്തുടർന്നുകൊണ്ട് തന്നെ എന്താണ്, അഹമ്മദാബാദിലും പൂനെയിലും അഗ്രേറിയൻ റയോട്ട് 1875 നടന്നു എന്നുള്ളതാണ്. അപ്പോൾ 1874 ഡക്കാൻ റയോട്ടും 1875 1874 ഡക്കാൻ റയോട്ടിനെ പിന്തുടർന്നുകൊണ്ട് അഗ്രേറിയൻ റയോട്ട് എവിടൊക്കെയാണ്? അഹമ്മദാബാദിലും പൂനെയിലും ഉണ്ടായി എന്നുള്ളത് നമ്മൾ മറന്നു പോകല്. ഓക്കെ അല്ലേ? ഇനി നോക്കേ, ഡക്കാൻ റയോട്ട് ഈസ് കൺസിഡേർഡ് ടു ബി ആൻ ഇൻസിഡന്റ് വിച്ച് ഓപ്പൺ ദ ഐസ് ഓഫ് അതോറിറ്റീസ് ടുവേർഡ്സ് ദ മിസറീസ് ഓഫ് വില്ലേജ് ഫാർമേഴ്സ് ആൻഡ് ഡക്കാൻ റയോട്ട് കമ്മീഷൻ വാസ് ഫോംഡ്. അതായത് ഡക്കാൻ റയോട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, വില്ലേജിലുള്ള ആളുകളുടെ മിസറീസ്, വില്ലേജിലുള്ള ഫാർമേഴ്സിന്റെ അല്ലെങ്കിൽ ഗ്രാമീണ മേഖലയിൽ അധിവസിക്കുന്ന കർഷകരുടെ ദുരിതങ്ങൾ, മിസറീസ്, അതിലേക്ക് കണ്ണ് തുറപ്പിച്ച, അധികാരികളുടെ കണ്ണ് തുറപ്പിച്ച ആദ്യത്തെ പ്രക്ഷോഭം അല്ലെങ്കിൽ വിപ്ലവമായിട്ട് നമുക്ക് ആരെ കൺസിഡർ ചെയ്യാം? ഡക്കാൻ റയോട്ടിനെ കൺസിഡർ ചെയ്യാം, അല്ലേ? അപ്പോൾ ഡക്കാൻ റയോട്ട് ഈസ് കൺസിഡർഡ് ടു ബി ആൻ ഇൻസിഡന്റ് വിച്ച് ഓപ്പൺ ദ ഐസ് ഓഫ് അതോറിറ്റീസ് ടുവാർഡ്സ് ദ മിസറീസ് ഓഫ് വില്ലേജ് ഫാർമേഴ്സ് ആൻഡ് ഇതിന്റെ ഭാഗമായിട്ട് ഡക്കാൻ റയോട്ടിന്റെ ഭാഗമായി 1874 ഉണ്ടായ ഡക്കാൻ റയോട്ടിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി, അതായത് ഇവരുടെ പ്രശ്നം എങ്ങനെ ശാശ്വതമായിട്ട് പരിഹരിക്കാം എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് 1875 ഒരു കമ്മീഷനെ വെച്ചു. ആ കമ്മീഷന്റെ പേരാണ് ഡക്കാൻ റയോട്ട് കമ്മീഷൻ. ഓക്കെ ആണോ? ഡക്കാൻ റയോട്ട് കമ്മീഷന്റെ ഇയർ പഠിച്ചു വെക്കുക, 1875 ഓക്കെ. അപ്പോൾ 1874 ഡക്കാൻ റയോട്ട്, 1875 അഗ്രേറിയൻ റയോട്ട്, 1875 ഗവൺമെന്റ് ആരെ അപ്പോയിന്റ് ചെയ്യുന്നത്? ഡക്കാൻ റയോട്ട് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി എന്താ പറയുന്നത് നോക്കേ, കണ്ടിന്യൂഡ് ബൈ ദിസ് ഡക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട് വാസ് പാസ്ഡ് ഇൻ 1879. ഇതിനെ തുടർന്ന് ഡക്കാൻ റയോട്ട് കമ്മീഷൻ 1875 റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് ഒരു 4 വർഷം കഴിഞ്ഞിട്ട് ഗവൺമെന്റ് എന്ത് പാസ് ചെയ്യുകയാണ്? ഡക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട്. ഡക്കാൻ മേഖലയിലെ കർഷകർ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് അവരുടെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മളൊരു കമ്മീഷനെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തു, ഡക്കാൻ റയോട്ട് കമ്മീഷൻ 1875. ഇതിന്റെ ഭാഗമായിട്ട് ഇവരുടെ റിപ്പോർട്ടിനെ തുടർന്നിട്ട് ഈ കർഷകർക്ക്, പാവപ്പെട്ടിട്ടുള്ള ദരിദ്രരായിട്ടുള്ള കർഷകർക്ക് മണി ലെൻഡേഴ്സിന്റെ ചൂഷണത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ആക്ട് പാസ് ചെയ്യുകയാണ് ഗവൺമെന്റ് ചെയ്തത്. ആ ആക്ടിന്റെ പേരാണ് ഡക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട്. വർഷം ചേർത്ത് പഠിക്കുക, 1879 ഡക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട് ഗവൺമെന്റ് പാസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഡേറ്റുകൾ: 1874 ഡക്കാൻ റയോട്ട്, 1875 അഗ്രേറിയൻ റയോട്ട്, 1875 ഡക്കാൻ റയോട്ട് കമ്മീഷൻ, 1879 ഡക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട്. ഓക്കെ ആണോ? ഈ പറയുന്നു, in 1882 Sir William Wedderburn, a district judge of Pune in Bombay province, started agricultural banks in Purandar Taluk, but it couldn't success. അതായത് 1882 വില്യം വെഡസ്ബേൺ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു ഡിസ്ട്രിക്ട് ജഡ്ജ് ആയിരുന്നു, പൂനെയിലുള്ള ഒരു ഡിസ്ട്രിക്ട് ജഡ്ജ് ആയിരുന്നു അദ്ദേഹം. പൂനെ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ്? ബോംബെ പ്രൊവിൻസിലാണ്. അദ്ദേഹം എന്ത് സ്റ്റാർട്ട് ചെയ്തു? അഗ്രികൾച്ചറൽ ബാങ്ക്സ്. ഓക്കെ ആണോ? ചോദ്യം ഇവിടെ കിടപ്പുണ്ട്. ഹൂ സ്റ്റാർട്ട് അഗ്രികൾച്ചറൽ ബാങ്ക്സ് ഇൻ പൂനെ? ആരാണ്? വില്യം വെഡസ്ബേൺ. ഓക്കെ ആണോ? വർഷം എത്രയാണ്? 1882 വില്യം വെഡസ്ബേൺ എന്താരംഭിക്കുന്നത്? നമ്മളുടെ ബോംബെ പ്രൊവിൻസിൽ പൂനെയിൽ എന്താരംഭിക്കുന്നത്? അഗ്രികൾച്ചറൽ ബാങ്ക്സ് ആരംഭിക്കുന്നത്. ഓക്കെ ആണോ? ഇത് ഏത് താലൂക്കിലാണെന്ന് വെച്ച് നമ്മൾ എഴുതണം. പുരന്ദർ താലൂക്ക്. എവിടെയാണ്? ഇൻ പുരന്ദർ താലൂക്ക്. ഓക്കെ. പക്ഷേ ഇതെന്ത് ചെയ്തില്ല? സക്സസ്ഫുൾ ആയില്ല. ഇത് ഫെയിലിയർ ആയിപ്പോയി. ബട്ട് ഇറ്റ് കുഡിന്റ് സക്സീഡ്. ഓക്കെ ആണോ? അപ്പോൾ ബോംബെ പ്രൊവിൻസിലുള്ള പൂനെയിൽ അഗ്രികൾച്ചറൽ ബാങ്ക്സ് സ്റ്റാർട്ട് ചെയ്തത് 1882 അഗ്രികൾച്ചറൽ ബാങ്ക്സ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് ആരാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമ്മൾ എഴുതണം വില്യം വെഡസ്ബേൺ. മറന്നുപോകല്, വില്യം വെഡസ്ബേൺ. പക്ഷേ ഇത് എന്ത് ചെയ്തില്ല? സക്സസ് ആയില്ല എന്നുള്ളതാണ്. ഓക്കെ. ഇനി അടുത്തായിട്ട് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകളാണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, കൃത്യമായിട്ട് പഠിക്കുക. ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺസ് ആക്ട്. ഓക്കെ. ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺസ് ആക്ട് ചുരുക്കി നമ്മൾ വിളിക്കും ലീല.
ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺസ് ആക്ട് വർഷം 1883. ഡെക്കാൻ മേഖലയിലുള്ള ആൾക്കാർക്ക് മാത്രം മതിയോ പരിഹാരം? എന്താണ് ശാശ്വതമായിട്ടുള്ള പരിഹാരം? പോരാ. ഗവൺമെന്റിന് മനസ്സിലായി ഈ ഡെക്കാൻ മേഖലയിലുണ്ടായ റയോട്ട് ഇനി മറ്റുള്ള ഭാഗങ്ങളിലേക്കും പൊട്ടിപ്പുറപ്പെടാം. കാരണം 1874 ഡെക്കാൻ മേഖലയിൽ വിപ്ലവം ഉണ്ടായപ്പോൾ അതിനെ തുടർന്ന് തന്നെ അഹമ്മദാബാദിലും പൂനെയിലുമൊക്കെ 1875 അഗ്രേറിയൻ റൈറ്റ് ഉണ്ടായി. അതുകൊണ്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇത്തരത്തിൽ ഇവിടെ എല്ലാം ജനങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഡെക്കാൻ മേഖലയിൽ മാത്രം പോരാ. അതുകൊണ്ട് നമുക്ക് ഇന്ത്യ ഒട്ടാകെ ഒരു റിലീഫ് ആക്ട് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി കർഷകർക്ക് ലോൺ കൊടുക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന മറ്റൊരു ആക്റ്റാണ് ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺസ് ആക്ട്. അത് വർഷം 1883. അപ്പോൾ ലീല 1883 എന്തിനു വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നത്? എന്താണ് ഇതിന്റെ പർപ്പസ്? ടു പ്രൊവൈഡ് ലോങ് ടേം ലോൺസ് ടു അഗ്രികൾച്ചറലിസ്റ്റ്. അപ്പോൾ കർഷകർക്ക് ലോങ് ടേം ലോണുകൾ കൊടുക്കുന്നതിന് വേണ്ടിയാണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്? ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺസ് ആക്ട്. ആ പേരിനകത്ത് തന്നെയുണ്ട് ലാൻഡിനെ ഇംപ്രൂവ് ചെയ്യുക. അപ്പോൾ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭൂമി എന്ത് ചെയ്യണം? മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മെച്ചപ്പെട്ട ജലസേചന സൗകര്യം, അതേപോലെ അഗ്രികൾച്ചറൽ ഇംപ്ലിമെന്റ്സ് വാങ്ങിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫിക്സഡ് അസറ്റുകൾ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ലോണുകൾ, അതായത് ട്രാക്ടർ, ട്രില്ലർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നതിന് അവിടെ ലോങ് ടൈം ലോണുകളാണ് നമുക്ക് വേണ്ടത്. അത് ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിനുള്ള ലോണുകളാണ് ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺസ് ആക്ട് വഴി കൊടുക്കുന്നത്. 1883 ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺസ് ആക്ട്. ചേർത്ത് പഠിക്കുക. ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺസ് ആക്ട് ലോങ്. ശരിയാണോ? ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺസ് ആക്ട് ലോങ് ടൈം ലോണുകൾ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെന്റ് പാസ് ചെയ്തത്. ഓക്കെ അല്ലേ? ഇനി പറയുന്നു അഗ്രികൾച്ചറലിസ്റ്റ് ലോൺ ആക്ട്. ലോങ് ടൈം ലോണുകൾ മാത്രം കൊടുത്താൽ മതിയോ? പോരാ. അപ്പോൾ ഭൂമി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമല്ല, കൃഷി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ലോൺ കൊടുക്കണ്ടേ? അപ്പോൾ ഷോർട്ട് ടൈം ലോണുകളും വേണം. അതിനുവേണ്ടി ഗവൺമെന്റ് മറ്റൊരു നിയമം കൂടി കൊണ്ടുവന്നു. അതാണ് അഗ്രികൾച്ചറലിസ്റ്റ് ലോൺ ആക്ട്. ആണോ? അപ്പോൾ 1884 അഗ്രികൾച്ചറലിസ്റ്റ് ലോൺ ആക്ട് ഗവൺമെന്റ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ലീല 1883 അഗ്രികൾച്ചറൽ ലോൺസ് ആക്ട് എന്ന് വിളിക്കും. അതെന്താണ്? 1884. ഇതെന്തിനു വേണ്ടിയുള്ളതാണ്? ടു പ്രൊവൈഡ് ഷോർട്ട് ടൈം ലോൺസ് ടു അഗ്രികൾച്ചറലിസ്റ്റ്. അഗ്രികൾച്ചറലിസ്റ്റിന് ഷോർട്ട് ടൈം ലോണുകൾ പ്രൊവൈഡ്, അവരുടെ ഷോർട്ട് ടൈം നീഡുകളുണ്ട്. അതായത് വിത്ത്, വളം, കീടനാശിനി എന്നിവയൊക്കെ വാങ്ങിക്കാൻ ആവശ്യമായിട്ടുള്ള ഹ്രസ്വകാല വായ്പകൾ കൊടുക്കുന്നതിന് വേണ്ടിയാണ് എന്ത് ആക്ട് കൊണ്ടുവന്നത്? നമ്മളുടെ അഗ്രികൾച്ചറലിസ്റ്റ് ലോൺ ആക്ട് 1884. അപ്പോൾ ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺസ് ആക്ട് 1883, അഗ്രികൾച്ചറലിസ്റ്റ് ലോൺ ആക്ട് 1884. ഈ രണ്ട് ലോണുകളും ജനങ്ങൾക്ക് ഒരുമിച്ച് കിട്ടിയെങ്കിലേ സാധിക്കൂ. ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺസ് ആക്ട് ആദ്യം കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭൂമി എന്ത് ചെയ്യണം? ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നീട് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? വിത്തും വളവും കീടനാശിനിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഷോർട്ട് ടൈം ലോണുകളും കിട്ടാനുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ചാണ് കർഷകർക്ക് കിട്ടേണ്ടത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺസ് ആക്ട് വഴി ലോങ് ടൈം ലോണുകൾ കിട്ടുന്ന കർഷകർക്ക് എന്ത് കിട്ടാറില്ല? ഷോർട്ട് ടൈം ലോണുകൾ അഗ്രികൾച്ചറലിസ്റ്റ് ലോൺ ആക്ട് വഴി കിട്ടാറില്ല. ഇനി ഷോർട്ട് ടൈം ലോൺ കിട്ടിയ കർഷകർക്ക് ലോങ് ടൈം ലോണുകൾ കിട്ടാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് തമ്മിലൊരു കോർഡിനേഷൻ ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും ഈ രണ്ട് ആക്ടുകളും ആദ്യ ദശകത്തിൽ തന്നെ എന്ത് ചെയ്തു? പരാജയപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി പറയുന്നത് ദ ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺസ് ആക്ട് 1883 ആൻഡ് ദ അഗ്രികൾച്ചറലിസ്റ്റ് ലോൺ ആക്ട് 1884 ആർ ടുഗദർ കോൾഡ് തക്കാവി ലോസ്. ഈ രണ്ട് നിയമങ്ങളോടെ ചേർത്ത് നമ്മൾ ഇന്ത്യയിൽ അറിയപ്പെട്ടു തക്കാവി ലോസ്. ഏതൊക്കെയാണ്? ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺസ് ആക്ട് 1883 അതേപോലെ അഗ്രികൾച്ചറലിസ്റ്റ് ലോൺ ആക്ടും 1884 കൂടെ ചേർത്ത് നമ്മൾ വിളിച്ച പേര്, ഇന്ത്യയിൽ അറിയപ്പെട്ട പേരാണ് തക്കാവി ലോസ്. എന്താണ്? തക്കാവി ലോസ്. ആണോ? ഈ തക്കാവി ലോസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഡയറക്റ്റ് ഗവൺമെന്റ് ലോൺസ് ഫോർ അഗ്രികൾച്ചർ ഈസ് നോൺ ആസ് തക്കാവി ലോൺസ്. ഗവൺമെന്റ് ഡയറക്റ്റ് കർഷകർക്ക് ലോൺ കൊടുക്കുവാണ്. എന്ത് വഴി? തക്കാവി ലോസ് വഴി. നേരത്തെ നമ്മുടെ പ്രശ്നം ഇതായിരുന്നു, മണി ലെൻഡേഴ്സ് എക്സോർബിറ്റന്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റിലാണ് വായ്പകൾ കർഷകർക്ക് ലഭ്യമാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊരു ചൂഷണമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കർഷകരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഡയറക്റ്റ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിയമമാണ് തക്കാവി ലോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തക്കാവി ലോൺസിൽ എന്താ ചെയ്യുന്നത്? ഗവൺമെന്റ് ഡയറക്റ്റ് എന്ത് കൊടുക്കുവാണ്? ലോണ് ജനങ്ങൾക്ക് കൊടുക്കുവാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, ദ ലോ അണ്ടർ വിച്ച് ദ ഗവൺമെന്റ് പ്രൊവൈഡ് ഡയറക്റ്റ് ലോൺസ് ടു അഗ്രികൾച്ചർ. ഉത്തരം ഏതാണ്? തക്കാവി ലോണാണ്. തക്കാവി ലോണിന്റെ പ്രത്യേകതയാണ് ഡയറക്റ്റ് ഗവൺമെന്റ് ലോണാണ് ഇതുവഴി കൊടുക്കുന്നത്. അതായത് ഗവൺമെന്റ് നേരിട്ട് കർഷകർക്ക് എന്ത് കൊടുക്കുകയാണ്? വായ്പ കൊടുക്കുകയാണ് എന്നുള്ളതാണ്. ഇനി പറയുന്നത് നോക്കേ, ബട്ട് പുവർ ഫാർമേഴ്സ് വെയർ നോട്ട് ഏബിൾ ടു ഗെറ്റ് ദിസ് നീഡഡ് എമൗണ്ട്, സോ ദ ഗവൺമെന്റ് ടേൺ ടു ഓർഗനൈസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. പക്ഷേ ഈ ഒരു രണ്ട് ആക്ട് കൂട്ടിച്ചേർത്ത് വിളിച്ച തക്കാവി ലോൺസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിന്റെ നിയമമായിട്ടുള്ള തക്കാവി ലോസ് കൊണ്ടും ജനങ്ങളുടെ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ജനങ്ങളെ രക്ഷിക്കാൻ ഗവൺമെന്റിന് സാധിച്ചില്ല എന്ന് വേണം പറയാൻ. അതായത് ഈ രണ്ട് ആക്ട് വഴിയും നമുക്ക് ആവശ്യമായിട്ടുള്ള എമൗണ്ട് കർഷകർക്ക് ലോണായിട്ട് ലഭിച്ചില്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യം ലോങ് ടൈം ലോൺ കിട്ടുന്നവർക്ക് പിന്നീട് ഷോർട്ട് ടൈം ലോൺ
കിട്ടത്തില്ല. അപ്പോൾ ലോങ് ടൈം ലോൺ കിട്ടിയോണ്ട് മാത്രം കാര്യമുണ്ടോ? കൃഷി നടത്തണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടൈം ലോൺ വേണം, അല്ലെങ്കിൽ ഷോർട്ട് ടൈം ലോൺ കിട്ടിയിട്ട് കാര്യമുണ്ടോ? ലോങ് ടൈം ലോൺ ഭൂമി ഇമ്പ്രൂവ് ചെയ്യണ്ടേ? അപ്പോൾ ഈ ഒരു നിയമത്തിൻ്റെ പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഈ ലോൺ വഴി കിട്ടിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി എന്താണ് പോം വഴി എന്ന് ഗവൺമെൻറ് ചിന്തിക്കുമ്പോഴാണ് ഗവൺമെൻറ് മുമ്പിൽ എന്ത് ആശയം ഉടലെടുക്കുന്നത്? കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന ആശയം ഉടലെടുക്കുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. അതായത് പുവർ ഫാർമേഴ്സിന് നമ്മളുടെ ഈ നേരത്തെ പറഞ്ഞ തക്കാവി ലോസ് വഴിയുള്ള നീഡഡ് എമൗണ്ട് കിട്ടിയില്ല, ലോണായിട്ട് ലഭിച്ചില്ല. സോ ഗവൺമെൻറ് എന്ത് ചെയ്തു? ഇനി ചിന്തിച്ചു എന്താണ് പോം വഴി. അതിൻ്റെ അനന്തരഫലമായിട്ടാണ് എന്ത് ഓർഗനൈസ് ചെയ്യാൻ തീരുമാനിക്കുന്നത്? കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓർഗനൈസ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഇതൊന്നും സഹകരണത്തിൻ്റെ ഭാഗമല്ല, പക്ഷേ സഹകരണത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ ഇത് പഠിച്ചെങ്കിലേ മതിയാകൂ. കാരണം സഹകരണത്തിലേക്ക് വരാനുള്ള നാൾ വഴികളാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ പഠിക്കേണ്ട ഒരു കമ്മിറ്റിയാണ് ബി.പി. പട്ടേൽ കമ്മിറ്റി. ബി.പി. പട്ടേൽ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ കമ്മിറ്റി ഓൺ തക്കാവി ലോൺസ് എന്നറിയപ്പെടുന്ന കമ്മിറ്റിയാണ് ബി.പി. പട്ടേൽ കമ്മിറ്റി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളുടെ ഈ രണ്ട് നിയമങ്ങൾ തമ്മിൽ, അതായത് ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺസ് ആക്റ്റും അതേപോലെ അഗ്രികൾച്ചറലിസ്റ്റ് ലോൺ ആക്റ്റും തമ്മിൽ ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നില്ല. ഗവൺമെൻറ് ജനങ്ങൾക്ക് ഡയറക്റ്റ് ലോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഫാർമേഴ്സിന് ആവശ്യമായിട്ടുള്ള നീഡഡ് എമൗണ്ട് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള തുക ഇതുവഴി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പ്രധാനമായിട്ടും എൻ്റെ പ്രശ്നം ഇതാണ്, കോർഡിനേഷൻ ഇല്ലായ്മയാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് 1961 അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയാണ് ബി.പി. പട്ടേൽ കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യകാലത്ത് ഈ രണ്ട് നിയമത്തെയും തക്കാവി ലോസ് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് 1961 ബി.പി. പട്ടേൽ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തപ്പോൾ ബി.പി. പട്ടേൽ കമ്മിറ്റി പ്രധാനമായിട്ടും കുറേ റെക്കമെൻഡേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണോ? അപ്പോൾ 1962 ഈ ബി.പി. പട്ടേൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നത്. അപ്പോൾ ഗവൺമെൻറ് ബി.പി. പട്ടേൽ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത് 1961 റിപ്പോർട്ട് പുറത്തു വരുന്നത് 1962 ഓക്കെ ആണോ? ഇനി ഇവരുടെ പ്രധാനപ്പെട്ട രണ്ട് റെക്കമെൻഡേഷൻ ആയിരുന്നു തക്കാവി ലോൺ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സപ്ലൈ അത് എക്സാമിൻ ചെയ്യുക, അതെങ്ങനെ കൊടുക്കുന്നു, അത് ഏതൊക്കെ പ്രൊസീജിയറിലൂടെ കൊടുക്കുന്നു, അതിൻ്റെ ജനങ്ങളിലേക്ക് ഈ ലോൺ എത്തിക്കുന്നത് എങ്ങനെയാണ്, ഈ ഒരു സപ്ലൈ ലോണിൻ്റെ സപ്ലൈ എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് വിശകലനം ചെയ്യുക അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യുക എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഈ രണ്ട് നിയമങ്ങൾ തമ്മിൽ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കുക. ലോണുകൾ തമ്മിൽ ആദ്യം കിട്ടുന്ന ലോൺ കിട്ടുന്ന ആൾക്ക് തന്നെ രണ്ടാമത്തെ ലോണുകളും പ്രൊവൈഡ് ചെയ്യാൻ നോക്കുക. അതായത് ഈ നിയമം വഴി ആദ്യത്തെ ലോൺ കിട്ടുന്ന ആൾക്ക്, ലോങ് ടൈം ലോൺ കിട്ടുന്ന ആൾക്ക് തന്നെ രണ്ടാമത്തെ ഷോർട്ട് ടൈം ലോണും കിട്ടുക എന്ന് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ ഷോർട്ട് ടൈം ലോൺ കിട്ടുന്ന ആൾക്ക് ലോങ് ടൈം ലോൺ കിട്ടിയെന്ന് എന്ത് ചെയ്യുക, ഉറപ്പാക്കുക എന്ന് പറഞ്ഞു. അതേപോലെ ഗവൺമെൻറ് സബ്സിഡി ഗ്രാൻഡ്, ഈ ലോൺ കൊടുക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ സബ്സിഡിയും ഗ്രാൻഡും ഒക്കെ ഉറപ്പാക്കുക. ഈ രണ്ട് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് അല്ലെങ്കിൽ റെക്കമെൻഡേഷനാണ് ബി.പി. പട്ടേൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനകത്തുണ്ടായിരുന്നത്. ഇനി ബി.പി. പട്ടേലിൻ്റെ ഒരു പ്രധാനപ്പെട്ട അദ്ദേഹം വഹിച്ചിട്ടുള്ള ഒരു പദവി എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. അതെന്താണ്? ഇദ്ദേഹം ഫോർമർ പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ ആയിരുന്നു. എന്തായിരുന്നു? ഫോർമർ പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ ആയിരുന്നു. ആരെന്ന് പറയുന്നത്? ബി.പി. പട്ടേൽ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ നമ്മുടെ മുൻകാലത്ത് പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാനായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് ബി.പി. പട്ടേൽ എന്നുള്ളത് നമ്മൾ മറന്നു പോകാതിരിക്കുക. ഓക്കെ ആണോ? അപ്പോൾ ബി.പി. പട്ടേൽ കമ്മിറ്റി ആണെന്ന് വിളിക്കുക, കമ്മിറ്റി ഓൺ തക്കാവി ലോൺസ് എന്ന് വിളിക്കുക. ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് ശേഷമാണ് ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺസ് ആക്ടിനെയും അതേപോലെ നമ്മളുടെ അഗ്രികൾച്ചറൽസ് ലോൺ ആക്ടിനെയും ചേർത്ത് എന്തെന്ന് വിളിക്കാൻ തുടങ്ങിയത്? തക്കാവി ലോൺസ് എന്ന് വിളിക്കാൻ തുടങ്ങിയത്. തക്കാവി ലോൺ റെക്കമെൻഡഡ് ബൈ ബി.പി. പട്ടേൽ കമ്മിറ്റി. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞാണ് ബി.പി. പട്ടേൽ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ടു എക്സാമിൻ ദ അറേഞ്ച്മെന്റ് ഫോർ ദ സപ്ലൈ ഓഫ് തക്കാവി ലോൺസ് ടു ഫാർമേഴ്സ്. ഫാർമേഴ്സിന് ഈ തക്കാവി ലോൺസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സപ്ലൈയെക്കുറിച്ച് എന്ത് ചെയ്യുക, പരിശോധിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ റെക്കമെൻഡേഷൻ ആയിട്ട് പറഞ്ഞത്. ഓക്കെ, അതായത് ഒന്ന് എക്സാമിൻ ചെയ്യുക. ലോങ് ടൈം ലോൺ കിട്ടുന്ന ആൾക്ക് തന്നെ ഷോർട്ട് ടൈം ലോൺ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ഷോർട്ട് ടൈം ലോൺ കിട്ടിയ ആൾക്ക് ലോങ് ടൈം ലോൺ കിട്ടിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ അതുവഴിയേ നമുക്ക് ഈ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള നീഡഡ് എമൗണ്ട് കറക്റ്റായിട്ട് കിട്ടിയോ എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കും. അപ്പോൾ ഇതുവഴി നമുക്ക് തക്കാവി ലോൺസ് കൃത്യമായിട്ട് അതിൻ്റെ ഉപഭോക്താക്കളിലേക്ക് അല്ലെങ്കിൽ അതിന് പ്രയോജനം കിട്ടേണ്ട ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ റെക്കമെൻഡേഷനിൽ പറഞ്ഞത്. ഓക്കെ ആണോ? രണ്ടാമതായിട്ട് പറഞ്ഞത് ടു എക്സാമിൻ വെദർ ദ ഇഷ്യൂ ഓഫ് ഗ്യാരണ്ടി ഓർ സബ്സിഡി ടു ലോൺ ആൻഡ് റിക്കവറി. അതായത് ഈ ലോൺ കൊടുക്കുമ്പോൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടി ഉറപ്പാക്കുന്നുണ്ടോ അല്ലെങ്കിൽ സബ്സിഡി ഉറപ്പാക്കുന്നുണ്ടോ, പിന്നെ ഈ ലോൺ കൃത്യമായിട്ട് റിക്കവറി നടക്കുന്നുണ്ടോ, അതായത് ഇത് കൃത്യമായിട്ട് തിരിച്ചടവ് വരുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് റെക്കമെൻഡേഷനാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് നമ്മളുടെ ബി.പി. പട്ടേൽ കമ്മിറ്റി 1962 റിപ്പോർട്ട് പ്രകാരം മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് ബി.പി. പട്ടേൽ. ഓക്കെ, ഇനി പറയുന്നു India's first cooperative arrangement, Anyonya Sahakari Mandali, organized in February 1889 in Baroda under the leadership of Vittal Lakshman Kavidekar or Bahu Saheb Kavidekar. എന്താ പറയുന്നത്? ഇന്ത്യയുടെ
ഫസ്റ്റ് കോപ്പറേറ്റീവ് അറേഞ്ച്മെന്റ്, ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സംവിധാനം അല്ലെങ്കിൽ സഹകരണ സ്ഥാപനം എന്നറിയപ്പെടുന്നത് അന്യോന്യ സഹകാരി മണ്ഡലാണ്. എന്താണ് അന്യോന്യ സഹകാരി മണ്ഡൽ? എന്താണ് പ്രത്യേകത? എന്താണ് ഇന്ത്യാസ് ഫസ്റ്റ് കോപ്പറേറ്റീവ് അറേഞ്ച്മെന്റ്? ഇത് ഓർഗനൈസ് ചെയ്തത് എന്നാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ ഇന്ത്യാസ് ഫസ്റ്റ് കോപ്പറേറ്റീവ് അറേഞ്ച്മെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്യോന്യ സഹകാരി മണ്ഡലാണ്. ഓർഗനൈസ് ചെയ്ത് കൃത്യമായിട്ട് പഠിക്കുക. ഫെബ്രുവരി 1889 1889 ഫെബ്രുവരിയിലാണ് അന്യോന്യ സഹകാരി മണ്ഡലി ഓർഗനൈസ് ചെയ്യുന്നത്. ഇത് എവിടെയാണ് ഓർഗനൈസ് ചെയ്തത്? ബറോഡയിലാണ്. എവിടെയാണ്? ബറോഡയിലാണ് അന്യോന്യ സഹകാരി മണ്ഡലി ഓർഗനൈസ് ചെയ്യുന്നത്. അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മിത്തൽ ലക്ഷ്മൺ കാവിദേക്കർ. ആരുടെ നേതൃത്വത്തിലാണ് അന്യോന്യ സഹകാരി മണ്ഡലി ഓർഗനൈസ് ചെയ്യുന്നത്? മിത്തൽ ലക്ഷ്മൺ കാവിദേക്കർ. ഓക്കെ ആണോ? അല്ലെങ്കിൽ അദ്ദേഹത്തിനെ വിളിക്കുന്ന മറ്റൊരു പേര് ബാവു സാഹേബ് കാവിദേക്കർ. അപ്പോൾ ഇന്ത്യയുടെ ഫസ്റ്റ് കോപ്പറേറ്റീവ് അറേഞ്ച്മെന്റ് ആണ് അന്യോന്യ സഹകാരി മണ്ഡലി. ഇത് ബറോഡയിലാണ് ഓർഗനൈസ് ചെയ്യുന്നത്. 1889 ഫെബ്രുവരിയിലാണ് ഇത് സ്ഥാപിക്കപ്പെടുന്നത്. ആരുടെ ലീഡർഷിപ്പ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിത്തൽ ലക്ഷ്മൺ കാവിദേക്കർ ഓർ ബാവു സാഹേബ് കാവിദേക്കർ. ഓക്കെ ആണോ? മനസ്സിലായി? അപ്പോൾ അന്യോന്യ സഹകാരി മണ്ഡലി, അതിനൊന്ന് ഒരു മാർക്ക് നമ്മൾ ഉറപ്പിക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കും. ഈ JCയുടെ എക്സാമിനകത്ത് ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. അതുകൊണ്ട് ഇത് മറന്നു പോകല്ലേ. ഓക്കെ. ഇനി മിത്തൽ ലക്ഷ്മൺ കാവിദേക്കറിന്റെ പ്രത്യേകത പഠിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ ചേർത്ത് പഠിക്കണം. എന്താണ്? മിത്തൽ ലക്ഷ്മൺ കാവിദേക്കറിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ലീഡർ ഓഫ് ഇന്ത്യാസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. അതായത് ഇന്ത്യയിലെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ അല്ലെങ്കിൽ അർബൻ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ലീഡർ എന്നറിയപ്പെടുന്നത് ആരാണ്? മിത്തൽ ലക്ഷ്മൺ കാവിദേക്കർ ആണ്. ഓക്കെ ആണോ? ഇനി എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ ഫസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം ഏതാണ്? അന്യോന്യ സഹകാരി മണ്ഡലിയാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദ്യം രണ്ട് രീതിയിൽ വരാം. ഇന്ത്യാസ് ഫസ്റ്റ് കോപ്പറേറ്റീവ് അറേഞ്ച്മെന്റ് എന്ന് ചോദിച്ചാലും ഇന്ത്യയിലെ ഫസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് ചോദിച്ചാലും നമ്മുടെ ഉത്തരം ഏതാണ്? അന്യോന്യ സഹകാരി മണ്ഡലിയാണ്. ഓക്കെ ആണോ? മനസ്സിലായി? ഓക്കെ. ഇനി ഇന്ത്യാസ് ഫസ്റ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി, ഇന്ത്യയുടെ ഫസ്റ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യാസ് ഫസ്റ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ബാങ്ക് അല്ല, ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതണം പഞ്ചവർ. അത് പഞ്ചവർ ആണ്. ഓക്കെ ആണോ? ഈ വ്യത്യാസം മനസ്സിലാക്കിയിരിക്കുക. ഫസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് ചോദിച്ചാൽ അന്യോന്യ സഹകാരി മണ്ഡലി, ഇന്ത്യാസ് ഫസ്റ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പഞ്ചവർ ആണ്. ഓക്കെ. ഇനി പറയുന്നു, ഡ്യൂറിങ് 1892 ദ മദ്രാസ് ഗവൺമെന്റ് സെൻഡ് സർ ഫെഡറിക് നിക്കോൾസൺ ടു യൂറോപ്പ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 1883 ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺസ് ആക്റ്റും 1884 അഗ്രികൾച്ചറലിസ്റ്റ് ലോൺ ആക്റ്റും തുടക്കത്തിലെ പരാജയപ്പെട്ടു അല്ലെങ്കിൽ പാളിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഗവൺമെന്റ് എന്ത് ചെയ്തു? ഇനി മറ്റൊരു പോംവഴി എന്താണ് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അപ്പോഴാണ് ഗവൺമെന്റിന്റെ മുമ്പിൽ എന്തുണ്ടായത്? ഒരു എന്താണ് വിദേശത്ത് നടക്കുന്ന ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരു അറിവ് ലഭിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി 1892 മദ്രാസിലെ ഗവൺമെന്റ് മദ്രാസ് ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ലോർഡ് വെൻലോക്ക് പ്രഭു, അന്നത്തെ മദ്രാസിലെ ഗവർണറായിട്ടുള്ള വെൻലോക്ക് പ്രഭു നമ്മളുടെ ഫെഡറിക് നിക്കോൾസൺ, ഇന്ത്യയുടെ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഫാദറായിട്ട് അറിയപ്പെടുന്ന ഫെഡറിക് നിക്കോൾസനെ എങ്ങോട്ടേക്ക് പറഞ്ഞു വിടുക? യൂറോപ്പിലേക്ക് അയക്കുന്നു അല്ലെങ്കിൽ സെൻഡ് ചെയ്യുന്നു. ഓക്കെ ആണോ? അദ്ദേഹം എല്ലായിടത്തും എല്ലാ രാജ്യങ്ങളിലും പോയിട്ട് പഠിച്ചു. എന്നിട്ട് അദ്ദേഹം റെക്കമെൻഡ് ചെയ്ത ജർമ്മനിയിലെ മോഡലാണ് ഇന്ത്യയിലെ സാഹചര്യത്തിന് ഏറ്റവും അനുയോജ്യമെന്ന് അദ്ദേഹം റെക്കമെൻഡ് ചെയ്തു. അപ്പോൾ 1892 മദ്രാസ് ഗവൺമെന്റിലെ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഗവർണറായിട്ടുള്ള ലോർഡ് വെൻലോക്ക് പ്രഭു സർ ഫെഡറിക് നിക്കോൾസനെ എങ്ങോട്ട് അയക്കുന്നത്? യൂറോപ്പിലേക്ക് സെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അയക്കുന്നത്. എന്തിനു വേണ്ടി? ഫോർ സ്റ്റഡിയിങ് ദ കോപ്പറേറ്റീവ് മൂവ്മെന്റ്. അവിടുത്തെ സഹകരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി, ഇന്ത്യയിൽ അതിന് പോസിബിലിറ്റി ഉണ്ടോ എന്നത് പഠിക്കുന്നതിന് വേണ്ടി സർ ഫെഡറിക് നിക്കോൾസനെ 1892 എങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നു? മദ്രാസ് ഗവൺമെന്റ് നമ്മളുടെ യൂറോപ്പിലേക്ക് പറഞ്ഞു വിടുവാണ് ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പോൾ അവിടെ ചോദ്യമുണ്ട്, ദ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ ഇൻഡപ്റ്റഡ് ടു വിച്ച് പ്രൊവിൻസ്? അതായത് ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഏത് പ്രൊവിൻസിനോടാണ് കടപ്പെട്ടിരിക്കുന്നത്? അതിന്റെ ഉത്തരം മദ്രാസ് ആണ് കേട്ടോ. മദ്രാസ് പ്രൊവിൻസിനോടാണ് ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ എന്ത് ചെയ്യുന്നത്? കടപ്പെട്ടിരിക്കുന്നത്. കാരണം മദ്രാസ് ആണ് ഇതിനൊരു തുടക്കം കുറിച്ചത്. മദ്രാസ് ഗവൺമെന്റ് ആണ് സർ ഫെഡറിക് നിക്കോൾസനെ എങ്ങോട്ടേക്ക് സെൻഡ് ചെയ്തത്? നമ്മുടെ യൂറോപ്പിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എവിടെ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്? മദ്രാസ് പ്രൊവിൻസിനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. ഓക്കെ ആണോ?
ഇനി പറയുന്നത് നോക്കേ, മദ്രാസ് ഗവർണർ അറ്റ് ദ ടൈം ഓഫ് അപ്പോയിന്റ്മെന്റ് ഓഫ് നിക്കോൾസൺ വാസ് വെൻലോക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഈ നിക്കോൾസനെ, നമ്മുടെ ഫെഡറിക് നിക്കോൾസനെ യൂറോപ്പിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ആ സമയത്ത് മദ്രാസ് ഗവർണറായിട്ടുള്ളത് ആരാണോ? ലോർഡ് വെൻലോക്ക് പ്രഭു ആയിരുന്നു. ഓക്കെ ആണോ? അപ്പോൾ വെൻലോക്ക് പ്രഭുവാണ് എന്താണ് മദ്രാസ് ഗവർണറായിട്ടിരുന്നത് ആ സമയത്ത്. ഏത് സമയത്ത്? നിക്കോൾസനെ യൂറോപ്പിലേക്ക് സെൻഡ് ചെയ്യുമ്പോൾ മദ്രാസിലെ ഗവർണറായിട്ടിരുന്നത് വെൻലോക്ക് പ്രഭുവാണ്. ഓക്കെ, ഇനി പറയുന്നത് എന്താ? സർ ഫെഡറിക് നിക്കോൾസൺ സബ്മിറ്റഡ് ഹിസ് റിപ്പോർട്ട് ഓൺ ദ പോസിബിലിറ്റി ഓഫ് സ്റ്റാർട്ടിംഗ് ലാൻഡ് ആൻഡ് അഗ്രികൾച്ചറൽ ബാങ്ക്സ് ഇൻ ദ ഇയർ 1895 ആൻഡ് 1897 ഇൻ 2 വോളിയംസ്. ഫെഡറിക് നിക്കോൾസൺ യൂറോപ്പിൽ പോയിട്ട് 7 വർഷത്തോളം പഠനമൊക്കെ നടത്തിയതിന് ശേഷം അദ്ദേഹം എന്ത് റിപ്പോർട്ട് കൊടുത്തു? അതായത് ഇന്ത്യയിൽ ലാൻഡ് ആൻഡ് അഗ്രികൾച്ചറൽ ബാങ്ക്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ പോസിബിലിറ്റി, സാധ്യതയെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം 2 വോളിയം റിപ്പോർട്ടാണ് കൊടുത്തത്. ആദ്യത്തെ വോളിയം റിപ്പോർട്ട് വരുന്നത് 1895 അപ്പോൾ 1892 ഇദ്ദേഹത്തിനെ യൂറോപ്പിലേക്ക് വിടുന്നത്. 1895 അദ്ദേഹത്തിന്റെ ഫസ്റ്റ് വോളിയം റിപ്പോർട്ട് വരുന്നു. 1897 അദ്ദേഹത്തിന്റെ സെക്കൻഡ് വോളിയം റിപ്പോർട്ട് വരുന്നു. അങ്ങനെ 2 വോളിയം റിപ്പോർട്ട് 1895 97 നിക്കോൾസൺ എവിടേക്ക് അയക്കുന്നു? മദ്രാസിലേക്ക് അയക്കുന്നു. അപ്പോൾ ആ ഒരു റിപ്പോർട്ടിനകത്ത് പരാമർശം ഉണ്ടായിരുന്നത് ഇന്ത്യയിൽ ലാൻഡ് ആൻഡ് അഗ്രികൾച്ചറൽ ബാങ്ക്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ സാധ്യതയെ പരാമർശിച്ചുകൊണ്ടായിരുന്നു. ഓക്കെ ആണോ? ഇനി പറയുന്നത് എന്താണ്? ദ ഫൈനൽ റിപ്പോർട്ട് ഓർ കൺസോളിഡേറ്റഡ് റിപ്പോർട്ട് സബ്മിറ്റഡ് ബൈ ഫെഡറിക് നിക്കോൾസൺ ഇൻ ദ ഇയർ 1899. അതായത് ഫൈനൽ റിപ്പോർട്ട് വരുന്നത് അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് റിപ്പോർട്ട് വരുന്നത് 3rd വോളിയം റിപ്പോർട്ട് എന്നല്ല അവിടെ പറയുന്നത്, ഫൈനൽ റിപ്പോർട്ട് ഓർ കൺസോളിഡേറ്റഡ് റിപ്പോർട്ട്. ആദ്യത്തെ 2 വോളിയം റിപ്പോർട്ടിനെ എന്താണ് കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് കോർത്തിണക്കിക്കൊണ്ടുള്ള ഫൈനൽ റിപ്പോർട്ട് അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് റിപ്പോർട്ട് ഫെഡറിക് നിക്കോൾസൺ കൊടുക്കുന്നത് 1899. ഓക്കെ ആണോ? അപ്പോൾ ഫസ്റ്റ് വോളിയം റിപ്പോർട്ട് 1895, സെക്കൻഡ് വോളിയം റിപ്പോർട്ട് 1897, ഫൈനൽ ഓർ കൺസോളിഡേറ്റഡ് റിപ്പോർട്ട് 1899. ഓക്കെ ആണോ? ഇനി അടുത്തായി പറയുന്നു ദ കൺക്ലൂഡിംഗ് റിമാർക്സ് ഓഫ് ഹിസ് റിപ്പോർട്ട്. 1899 വന്ന ഫൈനൽ റിപ്പോർട്ട് അല്ലെങ്കിൽ കൺക്ലൂഡിംഗ് റിപ്പോർട്ട് അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് റിപ്പോർട്ടിനകത്ത് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് ചുരുക്കിയത് അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്തത് ഇങ്ങനെയാണ്. എന്ത് പറഞ്ഞുകൊണ്ടാണ്? ഒരു ഫേമസ് ആയിട്ടുള്ള കോട്ടാണത്, ഫൈൻഡ് റൈഫീസൺ. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് ചുരുക്കിയത് ഒരു വാചകത്തോടു കൂടിയായിരുന്നു, റൈഫീസനെ പിന്തുടരുക അല്ലെങ്കിൽ ഫൈൻഡ് റൈഫീസൺ എന്ന് പറയുന്ന വാചകത്തോടു കൂടിയാണ് നിക്കോൾസൺ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് കൺക്ലൂഡ് ചെയ്തത്. ഓക്കെ ആണോ? അപ്പോൾ ആരാണ് പരീക്ഷയ്ക്ക് ചോദിക്കാം, ഹൂ സെഡ് ഫൈൻഡ് റൈഫീസൺ? അതിന്റെ ഉത്തരം ഫെഡറിക് നിക്കോൾസൺ ആണ്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ദ വേർഡ് ഫൈൻഡ് റൈഫീസൺ സെഡ് ബൈ ഫെഡറിക് നിക്കോൾസൺ. ഓക്കെ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഈ ഫൈൻഡ് റൈഫീസൺ എന്ന് പറയുന്ന വേർഡ് ആരാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെഡറിക് നിക്കോൾസൺ ആണ്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിലാണ് ആ പരാമർശം വന്നിട്ടുള്ളത്. ഏത് റിപ്പോർട്ടിലാണെന്ന് വെച്ചാൽ ഫൈനൽ റിപ്പോർട്ട് അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് റിപ്പോർട്ടാണ്. കൺസോളിഡേറ്റഡ് റിപ്പോർട്ട് വരുന്ന 1899. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ഫെഡറിക് നിക്കോൾസൺ സജസ്റ്റഡ് ദാറ്റ് റൈഫീസൺ ടൈപ്പ് റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് വാസ് ദ ബെസ്റ്റ് ഫോർ ഇന്ത്യൻ സിറ്റുവേഷൻ. ഇനി ഫെഡറിക് നിക്കോൾസൺ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞ എന്താണ്? ഇന്ത്യക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ജർമ്മനിയിലുള്ള റൈഫീസൺ ടൈപ്പ് റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. അതായത് ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, സാധാരണക്കാരായിട്ടുള്ള കോമൺ പീപ്പിൾ അല്ലെങ്കിൽ ഫാർമേഴ്സിന്റെ ദരിദ്ര നാരായണന്മാരായിട്ടുള്ള കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് യൂറോപ്പിൽ എങ്ങും നടന്ന് പഠിച്ച് 7 വർഷത്തോളം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണ് ജർമ്മനിയിലുള്ള റൈഫീസൺ ടൈപ്പ് റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി. കാരണം ഇന്ത്യയിലെ പ്രശ്നങ്ങൾ ബാധിച്ചിരിക്കുന്നത് റൂറൽ മേഖലയിലാണ് അല്ലെങ്കിൽ ഗ്രാമീണ മേഖലകളിലാണ്. അപ്പോൾ അവിടെ തന്നെ റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആരംഭിക്കുക. ആരുടെ ടൈപ്പിലുള്ള? റൈഫീസൺ ടൈപ്പ്. കാരണം ജർമ്മനിയിലെ റൂറൽ ഏരിയയിൽ സൊസൈറ്റി തുടങ്ങിയ ആളാണ് റൈഫീസൺ. അപ്പോൾ റൈഫീസന്റെ റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റിയാണ് ഇന്ത്യൻ സിറ്റുവേഷന് ഏറ്റവും യോജിച്ചത്. ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ഓവർകം അല്ലെങ്കിൽ പ്രതിസന്ധികളെ മറികടക്കാൻ ഏറ്റവും അഭ്യുഗാമ്യം ഏതാണ്? റൈഫീസൺ ടൈപ്പ് റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി ആണെന്ന് ആര് റിപ്പോർട്ട് കൊടുത്തു? നമ്മുടെ ഫെഡറിക് നിക്കോൾസൺ റിപ്പോർട്ട് കൊടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ സഹകരണ ചരിത്രത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ലിങ്ക് നമുക്ക് കിട്ടി. എന്താണ്? ഫെഡറിക് നിക്കോൾസന്റെ റിപ്പോർട്ട്. ഞാൻ ഇവിടെ ഒന്ന് എഴുതി വെക്കുകയാണ്. 1 റിപ്പോർട്ട് ഓഫ് ഫെഡറിക് നിക്കോൾസൺ. ഫെഡറിക് നിക്കോൾസന്റെ റിപ്പോർട്ട്. ഓക്കെ,
ഇനി രണ്ടാമത്തെ വസ്തുത, അതായത് ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിലേക്ക് നയിക്കപ്പെട്ട രണ്ടാമത്തെ ഘടകമാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്. എന്താണ് പറയുന്നത്? ഇന്ത്യൻ ഫാമിംഗ് കമ്മീഷൻ ഇൻ 1901 റിപ്പീറ്റഡ് ദ വേർഡ്സ് ഓഫ് ഫെഡറിക് നിക്കോൾസൺ ആൻഡ് റെക്കമെൻഡഡ് ഫോർ ദ പ്രൊമോഷൻ ഓഫ് മ്യൂച്വൽ ക്രെഡിറ്റ് അസോസിയേഷൻ ഓർ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ടു ടാക്കിൾ ദ ഇഷ്യൂസ് ഓഫ് അഗ്രികൾച്ചറലിസ്റ്റ്. 1901 ഫാമിംഗ് കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വന്നു. ഇന്ത്യയിൽ 1990 കാലഘട്ടം മുതലേ ഫാമിംഗ് കമ്മീഷൻ ഉണ്ടെങ്കിൽ കൂടി തന്നെ 1901 ഈ ഫാമിംഗ് കമ്മീഷന്റെ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ആ റിപ്പോർട്ടിനകത്ത് എന്താണ്, നിക്കോൾസന്റെ റിപ്പോർട്ടിനെ കുറിച്ച് എന്ത് ചെയ്തു, ഇവർ എടുത്തു പറഞ്ഞു. ഫാമിംഗ് കമ്മീഷന്റെ റിപ്പോർട്ടിനകത്തും ആരുടെ വേർഡ്സുകളെ റിപ്പീറ്റ് ചെയ്തു, നമ്മുടെ ഫെഡറിക് നിക്കോൾസന്റെ വാക്കുകളെ എടുത്തു പറഞ്ഞു എന്നുള്ളതാണ്. ആ ഫെഡറിക് നിക്കോൾസൺ റിപ്പോർട്ടിനകത്ത് പറഞ്ഞത് ലാൻഡ് ആൻഡ് അഗ്രികൾച്ചറൽ ബാങ്ക്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ അത് തന്നെ ആരും പറഞ്ഞു, ഫാമിംഗ് കമ്മീഷൻ അതിന്റെ 1901 റിപ്പോർട്ടിനകത്ത് എടുത്തു പറഞ്ഞു. ഓക്കെ, റെക്കമെൻഡ്, അതിനോടൊപ്പം പറഞ്ഞു റെക്കമെൻഡഡ് ഫോർ ദ ഫോർമേഷൻ ഓഫ് മ്യൂച്വൽ ക്രെഡിറ്റ് അസോസിയേഷൻ. എന്ത് തുടങ്ങുക? മ്യൂച്വൽ ക്രെഡിറ്റ് അസോസിയേഷൻ തുടങ്ങുക. ഓർ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ്, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആരംഭിക്കുക. ടു ടാക്കിൾ ദ ഇഷ്യൂസ് ഓഫ് അഗ്രികൾച്ചറലിസ്റ്റ്. അഗ്രികൾച്ചറലിസ്റ്റിന്റെ, ഫാർമേഴ്സിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി മ്യൂച്വൽ ക്രെഡിറ്റ് അസോസിയേഷനും കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസും ആര് പറഞ്ഞതുപോലെ തന്നെ ഫെഡറിക് നിക്കോൾസൺ പറഞ്ഞതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ആര് റിപ്പീറ്റ് ചെയ്തു? 1901 റിപ്പോർട്ടിൽ ഫാമിംഗ് കമ്മീഷൻ എന്ത് ചെയ്തു? റിപ്പീറ്റ് ചെയ്തു പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ചോദ്യം കിടപ്പുണ്ട്, ഹു റെക്കമെൻഡ് മ്യൂച്വൽ ക്രെഡിറ്റ് അസോസിയേഷൻ. മ്യൂച്വൽ ക്രെഡിറ്റ് അസോസിയേഷനെ കുറിച്ച് നമ്മളുടെ ഫാമിംഗ് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി തന്നെ നമ്മുടെ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് മ്യൂച്വൽ ക്രെഡിറ്റ് അസോസിയേഷൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള കമ്മിറ്റി അത് കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റിയാണ്. ആരാണ്? കോഓപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റിയാണ്. അതായത് കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ ആരാണ്? സരയ്യ കമ്മിറ്റിയാണ് കേട്ടോ. സരയ്യ കമ്മിറ്റിയാണ്. RG സരയ്യ കമ്മിറ്റിയാണ്. സരയ്യ കമ്മിറ്റിയാണ് 1945 അപ്പോയിന്റ് ചെയ്ത 1946 റിപ്പോർട്ട് കൊടുത്ത ആ സരയ്യ കമ്മിറ്റിയാണ്, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റിയാണ് ഇന്ത്യയിൽ മ്യൂച്വൽ ക്രെഡിറ്റ് അസോസിയേഷനെ റെക്കമെൻഡ് ചെയ്തത്. ഓക്കെ ആണോ? ഇത് സഹകരണം ആരംഭിക്കുന്നതിന് മുമ്പത്തെ ചരിത്രമായതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. മ്യൂച്വൽ ക്രെഡിറ്റ് അസോസിയേഷൻ റെക്കമെൻഡ് ചെയ്ത ഫാമിംഗ് കമ്മീഷനാണെന്ന് നമ്മൾ പഠിക്കാറില്ല. അപ്പോൾ സഹകരണത്തിന് ശേഷം, സഹകരണം വന്നതിന് ശേഷം 1904 ആക്ടിന് ശേഷം നമ്മുടെ സരയ്യ കമ്മിറ്റിയാണ്, കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റിയാണ് എന്ത് ചെയ്തത്? മ്യൂച്വൽ ക്രെഡിറ്റ് അസോസിയേഷനെ റെക്കമെൻഡ് ചെയ്തേക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഞാൻ രണ്ടാമത്തെ ഒരു ലിങ്ക് എഴുതുകയാണ്. രണ്ടാമത്തത് ഫാമിംഗ് കമ്മീഷൻ്റെ റിപ്പോർട്ട് ഓഫ് ഫാമിംഗ് കമ്മീഷൻ. റിപ്പോർട്ട് ഓഫ് ഫാമിംഗ് കമ്മീഷൻ റിപ്പോർട്ട് എന്നാ വന്നേ? 1901. അപ്പോൾ ആദ്യം ഫെഡറിക് നിക്കോൾസന്റെ റിപ്പോർട്ട്, 2 ഫാമിംഗ് കമ്മീഷന്റെ റിപ്പോർട്ട്. ഓക്കെ ആണോ? ഇനി മൂന്നാമത്തെ ഒരു വസ്തുത കൂടി ഉണ്ട്. അത് ഒരു ടെക്സ്റ്റാണ് ഡ്യൂപ്പർനിക്സിന്റെ, അല്ലേ? ഡ്യൂപ്പർനിക്സിന്റെ പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ. അപ്പോൾ അതും കൂടെ ഞാൻ എഴുതുകയാണ്. ടെക്സ്റ്റ് റിട്ടൺ ബൈ ആരാണ്? ഡ്യൂപ്പർനിക്സ്. ടെക്സ്റ്റിന്റെ പേര് നിങ്ങൾക്ക് അറിയാം, എന്താണ്? പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ. അത് വർഷം, പബ്ലിഷ് ചെയ്ത വർഷവും കൂടെ ചേർത്ത് പഠിച്ചോണം. 1900 പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ എന്ന് പറയുന്ന ടെക്സ്റ്റ് നമ്മളുടെ ഡ്യൂപ്പർനിക്സ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മളുടെ ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ ജനനത്തിന്റെ ഒരു ഏട് അല്ലെങ്കിൽ നാഴികക്കല്ലായിട്ട് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്. ഈ 3 കാര്യങ്ങളിൽ ശ്രദ്ധ ആകർഷിച്ച ലോർഡ് കഴ്സൺ പ്രഭു 1901 നമുക്കറിയാം ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഹിസ്റ്ററി ആരംഭിക്കുന്ന 1904 മുതലാണ്. അതായത് ആദ്യത്തെ സഹകരണ നിയമനിർമ്മാണം ഇന്ത്യയിൽ വരുന്നത് മുതലാണ് സഹകരണ പ്രസ്ഥാനങ്ങളുടെ ചരിത്രം ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു നിയമത്തെ രൂപീകരിക്കാൻ വേണ്ടി, ഈ ഒരു കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 ഫ്രെയിം ചെയ്യുന്നതിന് വേണ്ടി 1901 അന്നത്തെ ഇന്ത്യയുടെ വൈസ്രോയി ആയിട്ടുള്ള ലോർഡ് കഴ്സൺ പ്രഭു ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നു. അപ്പോയിന്റ് എ കമ്മിറ്റി ടു സ്റ്റഡി സ്റ്റാർട്ടിംഗ് ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യ. എന്തിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി? ഇന്ത്യയിൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആരംഭിക്കുന്നതിനെ കുറിച്ചുള്ള സാധ്യതയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി, അതുമായി ബന്ധപ്പെട്ട് ക്രെഡിറ്റ് ഒരു വായ്പാ നിയമം രൂപീകരിക്കുന്നതിന് വേണ്ടി നമ്മളുടെ 1901 അന്നത്തെ ഇന്ത്യയുടെ വൈസ്രോയി ആയിട്ടുള്ള ലോർഡ് കഴ്സൺ പ്രഭു ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നു. അപ്പോൾ ലോർഡ് കഴ്സൺ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയിലേക്ക് വന്നത് ഈ 3 കാരണങ്ങൾ കൊണ്ടാണ്. ഇതിൽ ശ്രദ്ധ അട്രാക്റ്റ് ആയിട്ടുള്ള ലോർഡ് കഴ്സൺ പ്രഭുവാണ് ഈ ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത് നമുക്കറിയാം. ഓക്കെ, ഇനി എന്താ പറയുന്നത്? സർ എഡ്വേർഡ് ലോ വാസ് ദ ചെയർമാൻ. ഈ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? സർ എഡ്വേർഡ് ലോ ആയിരുന്നു. അതേപോലെ അതിൽ ബാക്കിയുള്ള 2 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. മൊത്തം 3 മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനകത്ത് ഒന്നാമത്തെ ചെയർമാനായിട്ടുള്ള എഡ്വേർഡ് ലോ ആയിരുന്നു. ബാക്കി 2 മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്കറിയാം. ഇന്ത്യയുടെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഫാദർ എന്നറിയപ്പെടുന്ന ഫെഡറിക് നിക്കോൾസണും
മൂന്നാമത് എച്ച് ഡ്യൂപ്പർനിക്സുമാണ്. ആരാണ്? എച്ച് ഡ്യൂപ്പർനിക്സുമാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അറിയാലോ, പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ, അതേപോലെ യു പിയിലെ ഉത്തർപ്രദേശിലെ കളക്ടറായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത്? എച്ച് ഡ്യൂപ്പർനിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 3 മെമ്പേഴ്സ് ആയിരുന്നു നമ്മുടെ എഡ്വേർഡ് ലോ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. എഡ്വേർഡ് ലോ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത് സർ ലോർഡ് കഴ്സൺ ആണ്. ഓക്കെ ആണോ? 1901 ഈ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത്. ഈ കമ്മിറ്റിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 3 മെമ്പേഴ്സ് ഉണ്ട്. എഡ്വേർഡ് ലോ അതിന്റെ ചെയർമാൻ ആയിരുന്നു. ഫെഡറിക് നിക്കോൾസണും ഡ്യൂപ്പർനിക്സുമാണ് മറ്റ് 2 മെമ്പേഴ്സ്. ഓക്കെ ആണോ? ഇനി എന്താ പറയുന്നത്? വില്ലേജ് ബാങ്ക്സ് ഇൻ ഉത്തർപ്രദേശ് വാസ് സ്റ്റാർട്ടഡ് ബൈ മിസ്റ്റർ ഡ്യൂപ്പർനിക്സ്. ഡ്യൂപ്പർനിക്സിന്റെ ഒരു പ്രത്യേകതയാണ് നമ്മളിവിടെ പറയുന്നത്. നമുക്കറിയാം പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ എന്ന് പറയുന്ന ടെക്സ്റ്റ് എഴുതി, അത് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ അല്ലേ? അപ്പോൾ ഇതും കൂടെ ചേർത്ത് പഠിക്കുക. വില്ലേജ് ബാങ്ക്സ് ഇൻ ഉത്തർപ്രദേശ്, ഉത്തർപ്രദേശിലെ വില്ലേജ് ബാങ്ക് ആരംഭിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? നമ്മളുടെ ആര്? എച്ച് ഡ്യൂപ്പർനിക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം കളക്ടർ ഓഫ് യു പി, ഉത്തർപ്രദേശിലെ കളക്ടറായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഒരു പദവിയിലും അദ്ദേഹം ഇരുന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ എച്ച് ഡ്യൂപ്പർനിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള അത്തരത്തിലുള്ള കാര്യം കൂടെ കൂട്ടിച്ചേർത്ത് പഠിക്കുക. ഓക്കെ, ഇനി എന്താ പറയുന്നത്? പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ ഈസ് ദ ബുക്ക് റിട്ടൺ ബൈ ഡ്യൂപ്പർനിക്സ് ഇൻ എന്താണ് 1900. അപ്പോൾ 1900 എന്താണ് പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ എന്ന് പറയുന്ന ടെക്സ്റ്റ് എന്താണ് പബ്ലിഷ് ചെയ്ത വ്യക്തിമാർ തന്നെയാണ് എച്ച് ഡ്യൂപ്പർനിക്സ് ആണ്. അല്ലെങ്കിൽ ആ ഒരു ബുക്ക് എഴുതിയത് ആരാണ്? എച്ച് ഡ്യൂപ്പർനിക്സ് ആണ് എന്നുള്ളത് മറക്കല്ല്. ഓക്കെ, ഇനി നമ്മൾ നോക്കേ ഓഫീസേഴ്സും ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്തത് ആരാണെന്നുള്ളതാണ്. ആദ്യത്തെ ഓഫീസർ ഫെഡറിക് നിക്കോൾസൺ ആണ്. ഫെഡറിക് നിക്കോൾസനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ലോർഡ് വെൻലോക്ക് പ്രഭു ആണ്. ഓക്കെ ആണോ? ഇനി രണ്ടാമത്തെ ഓഫീസർ എഡ്വേർഡ് ലോയ് ആണ്. എഡ്വേർഡ് ലോയെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? ലോർഡ് കഴ്സൺ പ്രഭു ആണ്. ഇത് മറന്നു പോകല്ലേ. എന്താണ്? ഫെഡറിക് നിക്കോൾസനെ യൂറോപ്പിലേക്ക് പറഞ്ഞു വിടുന്നത്, അവിടുത്തെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് പഠിക്കുന്നതിന് വേണ്ടി യൂറോപ്പിലേക്ക് പറഞ്ഞു വിടുന്നത് വെൻലോക്ക് പ്രഭു ആണ്. ഓക്കെ ആണോ? എന്നാൽ ഇന്ത്യ കണ്ട ആദ്യത്തെ സഹകരണ നിയമനിർമ്മാണമായിട്ടുള്ള 1904 ആക്ട് ഫ്രെയിം ചെയ്യുന്നതിന് വേണ്ടി എഡ്വേർഡ് ലോ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത ആരാണ്? ലോർഡ് കഴ്സൺ പ്രഭു ആണ് എന്നുള്ളത് മറന്നു പോകല്. ഓക്കെ ആണോ? ഇയറും കൂടെ ചേർത്ത് പഠിക്കുക. 1892 1901. 1892 വെൻലോക്ക് പ്രഭു നിക്കോൾസനെ എങ്ങോട്ട് പറഞ്ഞു വിടുന്നത്? യൂറോപ്പിലേക്ക് അയക്കുന്നത്. 1901 എഡ്വേർഡ് ലോ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത്? ലോർഡ് കഴ്സൺ പ്രഭു എന്ത് ചെയ്യുന്നത്? അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇനി എന്താ പറയുന്നത്? ദ കമ്മിറ്റി റെക്കമെൻഡഡ് ടു സ്റ്റാർട്ട് റൈഫീസൺ മോഡൽ സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി. ഈ കമ്മിറ്റി എന്താണ് റെക്കമെൻഡ് ചെയ്തത്? അതായത് എഡ്വേർഡ് ലോ കമ്മിറ്റി പറഞ്ഞത് ഇത് തന്നെയാണ്. എന്താണ്? റൈഫീസൺ മോഡൽ സൊസൈറ്റി എങ്ങനെയുള്ളത്? അൺലിമിറ്റഡ് ലയബിലിറ്റിയിലുള്ളത്. ഓക്കെ ആണോ? അപ്പോൾ റൈഫീസൺ മോഡൽ സൊസൈറ്റി, റൈഫീസനെ പിന്തുടരുക എന്ന് പറഞ്ഞത് ആരാണ്? ഫെഡറിക് നിക്കോൾസൺ ആണ്. ഇനി റൈഫീസൺ മോഡൽ സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി റെക്കമെൻഡ് ചെയ്തത് ആരാണെന്ന് വെച്ചാൽ ഈ അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ് ഇവിടുത്തെ ഹൈലൈറ്റ് കേട്ടോ. അപ്പോൾ ഇത് അൺലിമിറ്റഡ് ലയബിലിറ്റിയിലുള്ള റൈഫീസൺ മോഡൽ സൊസൈറ്റി തന്നെയാണ് ഇന്ത്യയുടെ സാഹചര്യത്തിന് ബെറ്റർ എന്ന് പറഞ്ഞത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ റെക്കമെൻഡേഷൻ കൊടുത്ത ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്വേർഡ് ലോ കമ്മിറ്റിയാണ്. ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ, അടുത്ത എഡ്വേർഡ് ലോ കമ്മിറ്റി അപ്പോയിന്റഡ് ഇൻ ദ ഇയർ 1901. എഡ്വേർഡ് ലോ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത് 1901. 1901 ലോർഡ് കഴ്സൺ പ്രഭു ആരെ അപ്പോയിന്റ് ചെയ്യുന്നത്? എഡ്വേർഡ് ലോ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇനി എഡ്വേർഡ് ലോ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് 1904. നമുക്കറിയാം 1904 മാർച്ച് 25 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് പാസ് ചെയ്യുന്നത്. ഓക്കെ, 1904 തന്നെയാണ് ലോ കമ്മിറ്റിയുടെ എഡ്വേർഡ് ലോ കമ്മിറ്റിയുടെ റിപ്പോർട്ടും എന്ത് ചെയ്യുന്നത്? സബ്മിറ്റ് ചെയ്യുന്നുള്ളത് മറന്നു പോകല്. ഓക്കെ ആണോ? അടുത്ത നോക്കേ, ഫസ്റ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ 1904. എഡ്വേർഡ് ലോ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ നിയമനിർമ്മാണം, ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ, ഫസ്റ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട്, ഫസ്റ്റ് കോപ്പറേറ്റീവ് ആക്ട് എന്നൊക്കെ അറിയപ്പെടുന്ന കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് പാസ് ചെയ്യുന്നത് 1904. വിത്ത് ഡേറ്റ് പഠിക്കുവാണെങ്കിൽ മാർച്ച് 25. 1904 മാർച്ച് 25 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് കേട്ടോ, ഫസ്റ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് പാസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ? ഇനി ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് ചോദിച്ചാലും നമ്മൾ CSEB പഠിക്കുമ്പോൾ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നമ്മൾ പഠിക്കുന്നത് 1912. പക്ഷേ PSCയുടെ ഉത്തരപ്രകാരം ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് ചോദിച്ചാലും നമ്മൾ എഴുതേണ്ടത് 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് തന്നെയാണ്. ഓക്കെ ആണോ? കാരണം PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റിനകത്ത് ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് ചോദിച്ചിട്ട് അവർ ആൻസർ കീയിൽ തന്നിട്ടുള്ളത് 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ആണ് എന്നുള്ളത് മറക്കല്ല് കേട്ടോ. അപ്പോൾ CSEBയുടെ ആണെങ്കിൽ നമുക്ക് എഴുതാം ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് വെച്ചാൽ 1912 ആക്ട്. PSC ആണെങ്കിൽ നമ്മൾ എഴുതേണ്ടത് 1904 ആക്ട് ആണ്. ഓക്കെ ആണോ? ഇനി നോക്കേ,
The Cooperative Credit Societies Act 1904 came into existence in India as per the recommendation of Edward Law Committee. ഇന്ത്യയിലെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്, പ്രാബല്യത്തിൽ വന്ന അല്ലെങ്കിൽ നിലവിൽ വരുന്നത് ആരുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്? ആ ഒരു നിയമനിർമ്മാണം നടത്തുന്നതിന് വേണ്ടി കഴ്സൺ പ്രഭു അപ്പോയിന്റ് ചെയ്ത ഏത് കമ്മിറ്റി? എഡ്വേർഡ് ലോ കമ്മിറ്റി. എഡ്വേർഡ് ലോ കമ്മിറ്റിയുടെ നിർദ്ദേശം അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ പ്രകാരമാണ് 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. ഇനി വേറൊരു ചോദ്യമുണ്ട്, ഹൂ പ്രിപ്പയർഡ് ദ ഡ്രാഫ്റ്റ് ഫോർ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904? ആരാണ് 1904 ആക്ടിന്റെ ഡ്രാഫ്റ്റ് കരട് പ്രിപ്പയർ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഉത്തരം എഡ്വേർഡ് ലോ കമ്മിറ്റി എന്നുള്ളതാണ്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? This act provided for the formation of credit cooperative societies in India. അപ്പോൾ ഈ 1904 ആക്ട് എന്തിനു മാത്രമുള്ള നിർദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ എന്തിനു മാത്രമുള്ള വ്യവസ്ഥയേ ഉണ്ടായിരുന്നുള്ളൂ? ഇന്ത്യയിൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് മാത്രം, ഓക്കെ ആണോ, വായ്പാ സംഘങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി മാത്രമുള്ള പ്രൊവിഷൻ ആയിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904-നകത്തുള്ളത്. നോൺ ക്രെഡിറ്റ് സൊസൈറ്റിയെ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ അതിന് വേണ്ടിയുള്ള വ്യവസ്ഥകൾ അല്ലെങ്കിൽ പ്രൊവിഷൻ എവിടെ ഉണ്ടായിരുന്നില്ല? കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ടിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ ആണോ? അപ്പോൾ ആ പേരിനകത്ത് തന്നെ സൂചിപ്പിക്കുന്നുണ്ട് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട്. അപ്പോൾ ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുന്നത് എന്തിൻ്റെ രൂപത്തിലാണ്? ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് ആയിട്ടാണ്. അതായത് വായ്പാ സംഘങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രീതിയിലാണ് ഇന്ത്യയിൽ സഹകരണം ആരംഭിക്കപ്പെടുന്നത് തന്നെ. അപ്പോൾ അന്നത്തെ സാഹചര്യം കൊണ്ടാണ് ഇങ്ങനെ ക്രെഡിറ്റ് മൂവ്മെൻ്റ് ആയിട്ട് ഇന്ത്യയിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ഫാർമേഴ്സ് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം വായ്പാ പ്രശ്നമാണ്, അല്ലേ? മണി ലെൻഡേഴ്സ് അവരെ ചൂഷണം ചെയ്യുകയാണ്. അപ്പോൾ അതിൽ നിന്ന് മറികടക്കുന്നതിന് വേണ്ടി വായ്പയാണ് പ്രധാനപ്പെട്ട ഉപാധി. അപ്പോൾ ഏറ്റവും കുറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ അത്രയും കുറഞ്ഞ റേറ്റിലുള്ള വായ്പ ലഭ്യമാകുക, ഇൻട്രസ്റ്റിലുള്ള പലിശയിലുള്ള വായ്പ ലഭ്യമാകുക, അതിനുവേണ്ടി ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് തുടങ്ങുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഗവൺമെൻറ് മുമ്പിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആയിട്ടാണ്. ഓക്കെ ആണോ? അപ്പോൾ ഇന്ത്യ കണ്ട ആദ്യത്തെ സഹകരണ നിയമത്തിലും ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് തുടങ്ങാനുള്ള പ്രൊവിഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ ആണോ? ഇനി നമ്മൾ ഫെഡറിക് നിക്കോൾസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഫെഡറിക് നിക്കോൾസ് എന്ന് പറഞ്ഞാൽ ഫാദർ ഓഫ് ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ്. അപ്പോൾ ഇന്ത്യയുടെ സഹകരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഫെഡറിക് നിക്കോൾസൺ. ഇനി അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ചേർത്ത് പഠിക്കുകയാണെങ്കിൽ നമ്മൾ പഠിക്കണം ഫെഡറിക് അഗസ്റ്റസ് നിക്കോൾസൺ. ഓക്കെ ആണോ? ഇനി ഇദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് പഠിക്കുക. ഇദ്ദേഹം ജനിച്ചത് 1846-ലാണ്. ഇദ്ദേഹം മരണമടഞ്ഞത് 1936-ലാണ്. അപ്പോൾ 1846 ജനിച്ച് 1936 മരണപ്പെട്ട വ്യക്തിയാണ് ഫെഡറിക് അഗസ്റ്റസ് നിക്കോൾസൺ. ഇന്ത്യയുടെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഫാദർ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ ആണോ? ഇനി നോക്കേ, ഇദ്ദേഹം മദ്രാസ് പ്രൊവിൻസിൽ ഒരു ICS ഓഫീസറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ഒരു പദവിയിൽ അദ്ദേഹം ഇരുന്നിട്ടുണ്ട്. എന്താണ്? ഹി വാസ് ആൻ ICS ഓഫീസർ ഓഫ് മദ്രാസ് പ്രൊവിൻസ്. ഓക്കെ അല്ലേ? ഇനി ഇദ്ദേഹം ഹെഡ് ഓഫ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ്, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിട്ടും ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത എന്താ പറയുന്നത്? ബ്യൂറോ ഓഫ് ഫിഷറീസ് സ്റ്റാർട്ടഡ് ബൈ ഫെഡറിക് നിക്കോൾസൺ ഇൻ 1907. 1907 മദ്രാസിൽ ബ്യൂറോ ഓഫ് ഫിഷറീസ് എന്ന് പറയുന്ന സംരംഭം ആരംഭിച്ചത് ആരാണ്? ഫെഡറിക് നിക്കോൾസൺ ആണ്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? Sir Frederick Nicholson was also the father of fisheries in the Madras Presidency. ഓക്കെ, മദ്രാസ് പ്രസിഡൻസിയിലെ ഫാദർ ഓഫ് ഫിഷറീസ് എന്നറിയപ്പെടുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര് തന്നെയാണ്? ഫെഡറിക് അഗസ്റ്റസ് നിക്കോൾസൺ ആണ്. ഓക്കെ ആണോ? മനസ്സിലായി? ഇനി എന്താ പറയുന്നത്? ദ നെസസിറ്റി ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ വാസ് ഫസ്റ്റ് പോയിന്റഡ് ഔട്ട് ബൈ ഫെഡറിക് നിക്കോൾസൺ. അതായത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷന്റെ ഒരു ആവശ്യകത അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ആദ്യമായിട്ട് പരാമർശിച്ച വ്യക്തിമാര് തന്നെയാണ് ഫെഡറിക് അഗസ്റ്റസ് നിക്കോൾസൺ ആണ്, അല്ലേ? അപ്പോൾ അതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്. എന്താണ്? ക്രിയേറ്റ് കോപ്പറേറ്റീവ്സ് ബിഫോർ ക്രിയേറ്റിംഗ് കോപ്പറേഷൻ. അപ്പോൾ ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കണം. സഹകരണം എന്ന് പറഞ്ഞാൽ വിദേശത്ത് ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ വിദേശത്ത് ആരംഭിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് വേരോടിക്കാൻ നോക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ടും നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെയുള്ള അവിടെ ഇന്ത്യയിൽ അധിവസിച്ചിരുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല. അവർക്ക് പുറം നാടുകളിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ പാടുണ്ടായിരുന്നില്ല. എസ്പെഷ്യലി ഈ ഒരു മൂവ്മെന്റ് എന്താണെന്ന് പോലും അവർക്ക് അതിനെക്കുറിച്ച് അറിയത്തുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ക്രിയേറ്റ് കോപ്പറേറ്റീവ്സ്. ആദ്യം എന്ത് ചെയ്യണം?
സഹകാരികളെ സൃഷ്ടിക്കണം, അതിനുശേഷമേ സഹകരണത്തെ സൃഷ്ടിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതാരാണ്? ഫെഡറിക് അഗസ്റ്റസ് നിക്കോൾസൺ ആണ്. അപ്പോൾ ഇത് സഹകരണമാണ്, സഹകരണത്തിൻ്റെ പ്രത്യേകതകൾ ഇതൊക്കെയാണ്, ഇതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രയോജനങ്ങളുണ്ട്, ഈ സഹകരണം എങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടത്, അതിൻ്റെ തത്വങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ, ആ അറിവുകൾ ജനങ്ങളിലേക്ക് എത്തിച്ചെങ്കിൽ, ജനങ്ങൾക്കത് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു നേട്ടം സഹകരണം കൊണ്ട് ഇന്ത്യയിൽ സാധ്യമാകൂ എന്ന് ആദ്യമായിട്ട് എന്താണ് പറഞ്ഞ വ്യക്തി, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആദ്യമായിട്ട് ഒരു ഉദ്ബോധനം നടത്തിയ വ്യക്തിയാണ് ഫെഡറിക് അഗസ്റ്റസ് നിക്കോൾസൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെ ആവശ്യകതയെക്കുറിച്ച് ആദ്യമായിട്ട് പരാമർശിച്ച വ്യക്തിയും ആര് തന്നെയാണ്? ഫെഡറിക് നിക്കോൾസൺ ആണ്. ഓക്കെ ആണോ? അത് വ്യക്തിയാണേ. ഇനി വേറൊരു ചോദ്യം ഇവിടെ കിടപ്പുണ്ട്. ഫസ്റ്റ് കമ്മിറ്റി ടു പോയിന്റ് ഔട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കമ്മിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞ കമ്മിറ്റി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാക്ലഗൻ കമ്മിറ്റിയാണ്. ആരാണ്? മാക്ലഗൻ കമ്മിറ്റിയാണ്. ഓക്കെ ആണോ? മാക്ലഗൻ കമ്മിറ്റിയാണ്. കമ്മിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്ലഗൻ കമ്മിറ്റിയാണ്. വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫെഡറിക് നിക്കോൾസൺ ആണ്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ക്രിയേറ്റ് കോപ്പറേറ്റേഴ്സ് ബിഫോർ ക്രിയേറ്റിംഗ് കോപ്പറേറ്റീവ്സ് സെഡ് ബൈ ഫെഡറിക് അഗസ്റ്റസ് നിക്കോൾസൺ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ക്രിയേറ്റ് കോപ്പറേറ്റേഴ്സ് ബിഫോർ ക്രിയേറ്റിംഗ് കോപ്പറേറ്റീവ്സ്. ആദ്യം സഹകാരികളെ സൃഷ്ടിക്കൂ, പിന്നെ സഹകരണത്തെ സൃഷ്ടിക്കാം എന്ന് പറഞ്ഞത് ആരാണ്? ഫെഡറിക് അഗസ്റ്റസ് നിക്കോൾസൺ ആണ്. ഓക്കെ ആണോ? ഇനി നമുക്ക് ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെ ഒരു ഓവർവ്യൂ ആയിട്ട് നോക്കാം. നിതീസ് ഓർ മ്യൂച്വൽ ലോൺസ് അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്ത വർഷം 1850 ഓക്കെ ആണോ? ഇന്ത്യയിലെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നതാണ് നിതീസ് അല്ലെങ്കിൽ മ്യൂച്വൽ ലോൺസ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇത് 1850 ആരംഭിച്ചത് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്ലഗനും അതേപോലെ മിസ്റ്റർ ലയോണും കൂടെ ചേർന്നിട്ടാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ ആണോ? ഇനി ഡക്കാൻ റയോട്ടിന്റെ വർഷം എന്നാണ്? 1874 ഡക്കാൻ റയോട്ട് ഉണ്ടായത്. ഇനി ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺസ് ആക്ടിന്റെ വർഷം 1883 ഗവൺമെന്റ് ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺസ് ആക്ട് പാസ് ചെയ്യുന്നത്. അതേപോലെ അഗ്രികൾച്ചറലിസ്റ്റ് ലോൺസ് ആക്ട് 1884 ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്? പാസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇനി കമ്മിറ്റി ഓൺ തക്കാവി ലോ BP പട്ടേൽ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത് 1961 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് 1962 ഓക്കെ ആണോ? അപ്പോൾ BP പട്ടേൽ കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ തക്കാവി ലോസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ ആണോ? പിന്നെയോ അന്യോന്യ സഹകാരി മണ്ഡലി, ഇന്ത്യാസ് ഫസ്റ്റ് കോപ്പറേറ്റീവ് അറേഞ്ച്മെന്റ്, ഇന്ത്യാസ് ഫസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്ന അന്യോന്യ സഹകാരി മണ്ഡലി ആരംഭിക്കുന്നത് 1889 ബറോഡയിലാണ് ഇത് സ്ഥാപിക്കുന്നത്. ഓക്കെ ആണോ? പിന്നെ ഇതിന്റെ ലീഡർഷിപ്പ് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിത്തൽ ലക്ഷ്മൺ കാവിദേക്കറിനാണ്. ഓക്കെ ആണോ? ഇനി പറഞ്ഞെന്താ? മദ്രാസ് ഗവൺമെന്റ് സെന്റ് സർ ഫെഡറിക് നിക്കോൾസൺ ടു യൂറോപ്പ്. അതായത് ഫെഡറിക് നിക്കോൾസനെ മദ്രാസ് ഗവൺമെന്റ് യൂറോപ്പിലേക്ക് സെൻഡ് ചെയ്യുന്നത് എന്നാണ്? 1892 ഓക്കെ ആണോ? ഇനിയോ ഫെഡറിക് നിക്കോൾസൺ സബ്മിറ്റഡ് റിപ്പോർട്ട്സ് ഇൻ ഫെഡറിക് നിക്കോൾസൺ 2 വോളിയം റിപ്പോർട്ടാണ് ആദ്യമായിട്ട് കൊടുക്കുന്നത്. അത് 1895 1897 ഓക്കെ ആണോ? ഇനി ഫെഡറിക് നിക്കോൾസന്റെ ഫൈനൽ റിപ്പോർട്ട് അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് 1899 ഓക്കെ. ഇനിയോ പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ ഡ്യൂപ്പർനിക്സ് റിട്ടൺ ബൈ ആരാണ്? ഡ്യൂപ്പർനിക്സ്. അത് പബ്ലിഷ് ചെയ്യുന്ന വർഷം 1900 ഓക്കെ. ഇനി എന്താ പറയുന്നത്? ലോർഡ് കഴ്സൺ അപ്പോയിന്റഡ് എഡ്വേർഡ് ലോ കമ്മിറ്റി. ലോർഡ് കഴ്സൺ പ്രഭു എഡ്വേർഡ് ലോ കമ്മിറ്റിയെ 1904 ആക്ടിന്റെ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി അപ്പോയിന്റ് ചെയ്യുന്ന വർഷം 1901 ഓക്കെ ആണോ? ഇനി എഡ്വേർഡ് ലോ കമ്മിറ്റി സബ്മിറ്റഡ് റിപ്പോർട്ട്, എഡ്വേർഡ് ലോ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നത് 1904 ഇനിയോ ഫസ്റ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ 1904. ഡേറ്റ് ചേർത്ത് പഠിക്കുവാണെങ്കിൽ 1904 മാർച്ച് 25 ഓക്കെ ആണോ? ഇനി ബ്യൂറോ ഓഫ് ഫിഷറീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ബ്യൂറോ ഓഫ് ഫിഷറീസ് സ്റ്റാർട്ടഡ് ബൈ ഫെഡറിക് നിക്കോൾസൺ. ബ്യൂറോ ഓഫ് ഫിഷറീസ് മദ്രാസിൽ സ്റ്റാർട്ട് ചെയ്തത് ഫെഡറിക് നിക്കോൾസൺ ആണ്. വർഷം 1907 ഓക്കെ.